അഷ്ടമിരോഹിണിയൊക്കെ ആവാറായിട്ടുണ്ടല്ലേ? കുറച്ച് കഴിഞ്ഞാലാവും. അപ്പം കഴിഞ്ഞ അഷ്ടമിരോഹിണിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഒരു സഹോദരി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാണ് കൃഷ്ണവിഗ്രഹം വാങ്ങാം. വാട്സാപ്പിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറാം. നമസ്കാരം സാർ, ഹരേ കൃഷ്ണ. കഴിഞ്ഞ അഷ്ടമിരോഹിണി തൊഴാൻ പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറയട്ടെ. അഷ്ടമിരോഹിണി തലേന്ന് തന്നെ ഞങ്ങൾ ഗുരുവായൂരിലെത്തി. റൂമെടുത്ത് സാധനങ്ങൾ വെച്ച് കുളിച്ച് നേരെ ഒരു 10:30 കാണും. ക്യൂവിൽ നിന്ന് പിറ്റേന്ന് ഏകദേശം രാവിലെ 7:30 ദർശനം കിട്ടിയത്. അമ്മയും എൻ്റെ ഹസ്ബൻഡും ക്യൂ നിൽക്കാതെ നെയ്വിളക്ക് ഷീട്ടാക്കി രാവിലെയാണ് തൊഴുതത്. അത്രയും തിരക്കുള്ള ദിവസം ഉണ്ടായ ഒരു അനുഭവമാണ്. തൊഴുത് ഇറങ്ങി ഞാനും ഹസ്ബൻഡും അമ്മയും ഓരോ ചായ കുടിക്കാനായി അടുത്തുള്ള രാമകൃഷ്ണ ലോഡ്ജ് മുന്നിലുള്ള കടയിൽ കയറി. ചായ കുടിക്കുന്ന സമയം ഹസ്ബൻഡിൻ്റെ ഫോണ് കടയിൽ ചായ വെച്ച് തരുന്ന ആ സ്റ്റാൻഡിൽ വെച്ചിരുന്നു. ചായ കുടി കഴിഞ്ഞ് ജിപേ ചെയ്യാൻ ഫോൺ നോക്കിയപ്പോൾ കാണുന്നില്ല. ആ സ്റ്റാൻഡിൽ വെച്ചതായിട്ടാണ് ഹസ്ബൻഡിന് നല്ല ഓർമ്മയുണ്ട്. മനസ്സിലായി ആരോ എടുത്തതാണെന്ന്. പിന്നെ അവിടെ എല്ലായിടത്തും നോക്കി കണ്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭഗവാനെ നിന്നെ കാണാൻ വന്നിട്ട് ഇപ്പോൾ വിഷമമായല്ലോ. അപ്പോൾ ഒരു പയ്യൻ, കണ്ടാൽ 28-30 വയസ്സ് തോന്നും, അങ്ങോട്ട് വന്നു. ഫോൺ പോയ കാര്യമൊക്കെ അവിടെ ചർച്ച നടക്കുന്ന സമയം ആ പയ്യൻ ഹസ്ബൻഡിനോട് പോയ ഫോണിൻ്റെ നമ്പർ ചോദിച്ചു. തൻ്റെ ഫോണിന് എന്തോ ഡയൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കുളത്തിൻ്റെ ഭാഗത്തേക്ക് ഓടി. ഹസ്ബൻഡ് കൂടെ വരണമെന്ന് ചോദിച്ചെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഫോണുമായി മടങ്ങി വന്നു. എവിടുന്ന് കിട്ടിയെന്നോ എങ്ങനെ കിട്ടിയെന്നോ എന്നൊക്കെ ചോദിച്ചു. എങ്കിലും കൃത്യമായ ഒരു മറുപടി തരാതെ ആ കുട്ടി എങ്ങോട്ടോ പോയി. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ പയ്യൻ്റെ രൂപത്തിൽ വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നാണ്. അടുത്ത അഷ്ടമരോഹിണിയുടെ കാര്യം ആരോ ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഓരോ ദിവസവും ഭഗവാൻ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കൊന്നും അറിയില്ല ഭഗവാനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അനുഭവം അല്ലേ? ഹരേ കൃഷ്ണ.